കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനത്തിൽ അന്വേഷണം പുരോഗമിക്കവേ പുതിയ വിവാദം. മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത് കുമാറും ഭാര്യയും കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിനെതിരെ രജിത് കുമാറിന്റെ കുടുംബം. അന്വേഷണത്തിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് ഹറാസ് ചെയ്യുന്നു. നിരന്തരമുള്ള ചോദ്യം ചെയ്യൽ മൂലം രജിത് കുമാർ മാനസികമായി തകർന്നിരുന്നുവെന്നും ഭാര്യ സഹോദരൻ. വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു കോഴിക്കോടെ വ്യാപാരിയായിട്ടുള്ള മാമി ഈ തിരോധാന കേസ്. ആ തിരോധാന കേസിൽ ഒരു തുമ്പും കണ്ടെത്താൻ വേണ്ടിയിട്ട് ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിനോ സാധിച്ചിട്ടില്ല. 2023 ഓഗസ്റ്റോട് കൂടിയിട്ടായിരുന്നു കോഴിക്കോട്ടെ വ്യാപാരിയായിട്ടുള്ള മാമിയെ കാണാതാവുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന രജിത് കുമാറിനെയും കാണാനില്ല എന്നാണ്. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം രജിത് കുമാറിനെ വിളിപ്പിച്ചുവെന്നും അതിനുശേഷമാണ് രജിത് കുമാറിനെ കാണാതായത് എന്നൊരു വിവരമാണ് അദ്ദേഹത്തിന്റെ കുടുംബം പങ്കുവെക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും രജിത് കുമാറിനെയും ഭാര്യയും കാണാനില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു. അവരിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാം. എപ്പോഴാണ് ഈ രജിത് കുമാറിനെ കാണാതായത്? 7-ാം തീയതിയാണ് ലാസ്റ്റ് വിളിച്ചത്. സിസ്റ്റർ വിളിച്ചതാണ്. അങ്ങനെ മകനെ അങ്ങനെ സ്കൂളിൽ സുഖമില്ലാന്നുള്ള കുട്ടി കൊണ്ടുപോകണം, വീട്ടിലെ കുട്ടി കൊണ്ടുവയ്ക്കുക, ഞങ്ങളിങ്ങനെ വിളിപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. 7-ാം തീയതിയാണ് പറഞ്ഞത്. അപ്പോൾ 7-ാം തീയതി അത് രാവിലെ വിളിച്ചത്. അത് കഴിഞ്ഞ് സാധാരണ വിളിപ്പിക്കുന്ന ആണല്ലോ, നമ്മൾ അത്രേ ചിന്തിച്ചോളൂ. എല്ലാ പ്രാവശ്യവും വിളിപ്പിക്കും, വിടും, അങ്ങനെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 8-ാം തീയതി 7-ാം തീയതി ഒരു വിവരമൊന്നുമില്ല. അപ്പോൾ 8-ാം തീയതി ഞാൻ അവിടെ അടുത്തുള്ള വിളിച്ചു, അന്വേഷിച്ചു, ഇങ്ങനെ എത്തിയോന്ന് വെച്ചു. അവിടെ വീട്ടിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആരെ വിളിച്ചു? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, പെങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ. ഞങ്ങളെ ഫാമിലി, അമ്മൻ്റെ ഫാമിലി സ്ഥലമാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ഇവരെ ബന്ധപ്പെട്ടില്ല? പെങ്ങളെയോ അളിയനെയോ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഒരു വിളിച്ച് സ്വിച്ച് ഓഫ് ആണ് ഫോണ്. ഒരു വിളിച്ച് കിട്ടണമെങ്കിൽ ഫോൺ എടുക്കണമല്ലോ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ വിളിച്ച് ഫോണില്ല. അപ്പോൾ അതിൻ്റെ ഭാഗ്യം തൊട്ടടുത്തുള്ള വീട്ടുകാർ ചോദിച്ചാൽ അറിയാലോ അവർ വന്നിട്ടുണ്ടോ ഇല്ല അറിയാം. അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടുകാർ വിളിച്ച് ചോദിച്ചാൽ അങ്ങനെ അവർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ലടാ വന്നില്ല, ഒരു താക്കോൽ ഇവിടെ തന്നു പോയതാണ്, പോകുമ്പോൾ ഇതുവരെ വന്നിട്ടില്ല എന്ന്. അങ്ങനെ 8-ാം തീയതി എത്തിയില്ല. 8-ാം തീയതി രാവിലെ വൈകുന്നേരം അങ്ങനെ അങ്ങോട്ട് കുറേ വർഷം അങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഒരു എത്തിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 9-ാം തീയതി രാവിലെ ഞാനിങ്ങനെ ഫാദറിനെ സുഖമായിട്ട് കാണിക്കാൻ പോയി തിരിച്ചു വരുന്നേക്ക് അവിടെ പോയി, ഞങ്ങളെ വീട് വരെ പോയി. അവിടെ പോയപ്പോൾ ഒരു പറഞ്ഞു ഇടത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ ഫാദറിനെ വീട്ടിൽ കൊണ്ടാക്കി. എനിക്കൊരു വേറെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോകാണ്ടായിരുന്നു. അവിടെ പോയി. അവിടെ നിന്നാണ് അളിയൻ്റെ ജ്യേഷ്ഠൻ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഒരു റൂം എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയെന്ന് നിങ്ങൾ അറിയുന്നതെന്നാണ്. ലോഡ്ജുകാർ പറയുന്നത് വെച്ചാൽ ഒരു മാനസികാവസ്ഥ വളരെ മോശമായുള്ള അവസ്ഥയിലാണ് കണ്ടത്. അപ്പം അതിൻ്റെ ഭാഗം ഒരു പേടിച്ചിട്ടാണ് അറിയുന്ന ഒരാളെ വിളിച്ച് പറഞ്ഞതാണ്. വിളിച്ച് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്, അളിയൻ്റെ ഒക്കെ ഒരു ഫ്രണ്ടായിട്ട് വരും, ഒരു രാജേഷ് ഖന്ന എന്നുള്ള ഓനാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഓനാണ് വിളിച്ച് പറഞ്ഞ ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ചാളി പോയിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലോഡ്ജുകാരോട് ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം സംസാരിച്ചായിരുന്നു? അവർ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ വെക്കറ്റ് ചെയ്ത് പോയാൽ മാത്രമേ അതന്നെ. ഒരു ലോഡ്ജിൽ വിളിച്ചിട്ട് പേപ്പർ വരെ ഉണ്ടായത് ഒരു തട്ടിയിട്ട് കുറേ നേരം വിളിച്ച് എടുക്കായിട്ട് കുറേ തട്ടിയിട്ടാണ് ഒരു ഫയൽ തുറന്നത് തന്നെ. അതിനുശേഷമാണ് കുറച്ച് കഴിഞ്ഞ് രാവിലെ പോയത് അവിടുന്ന്. ഇതിപ്പം ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നിങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ബന്ധപ്പെട്ടിരുന്നു? ക്രൈംബ്രാഞ്ച് സംഘത്തിന് ബന്ധപ്പെടാൻ ഞങ്ങൾ ഓൾറെഡി വിളിക്കാൻ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ അന്ന് രാവിലെ ഈ നടക്കുന്ന ഒരു കാണാണ്ടായെന്ന് പറഞ്ഞിട്ട് ലോഡ്ജ് കണ്ടു നിൽക്കുന്ന സമയത്താണ് ഇവർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള അറിയുന്നത്. വീട്ടിൽ അന്വേഷിച്ച് വന്നിട്ടുണ്ടെന്നാണ്. അതെന്തിനാ വന്നത് വീട്ടിലേക്ക്? ഒരു ആളെ കിട്ടായിട്ട് ഫോൺ വിളിച്ച് കിട്ടായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞാൽ അങ്ങനെയാണ്, ആളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഒരു പറയുന്നത് ഞങ്ങൾ വിളിപ്പിച്ചില്ല എന്ന് പറയുന്നത്. ഒരു പറഞ്ഞ് ഞങ്ങൾ വിളിപ്പിച്ചില്ല, ഒരു നോട്ടീസ് തരാൻ വരിക എന്ന് പറഞ്ഞത്. പക്ഷേ നോട്ടീസ് തന്നിട്ട് ഇപ്പോൾ അല്ല ഇതുവരെ ഒരു വിളിപ്പിച്ചു വന്നു. അന്ന് നോട്ടീസ് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടേക്കാണ് അവിടെ വീട്ടിൽ കാണാനായിട്ടാണ് ഒരു മെഡിക്കൽ ഷോപ്പിൽ വന്നത്. ഇതിന് മുമ്പ് വന്നേരം ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കാൻ മൊഴിയെടുക്കൊക്കെ ചെയ്തിട്ടുണ്ട്? ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് എപ്പോഴായിരുന്നു വിളിപ്പിച്ചത്? ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇതേ പറഞ്ഞാൽ വീട്ടിൽ പൊളിച്ചേക്ക് വന്ന് വീട് ചാടിക്കയറിന്നിട്ടാണ് ഒരു കൂട്ടി കൊണ്ടുപോയത്, ഒരു വർഷം കൊണ്ടുപോയത്. അത് അന്ന് പൊളിച്ച് 4 മണിക്ക് കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം പൊളിച്ചേക്ക് ഞാൻ പോയിട്ടാണ് അവിടുന്ന് കൂട്ടി പോകുന്നത്. ഇവരുടെ ഇപ്പം മാനസികാവസ്ഥ വളരെ മോശമായ രീതിയിലാണ് എന്നൊക്കെ ലോഡ്ജിന്റെ നടത്തിപ്പുകാർ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും അതിനുള്ള ഒരു കാരണം? ഓരോ മുഖഭാവം കണ്ടിട്ട് അങ്ങനെയാണ് അവർക്ക് തോന്നിയെന്ന് ഒരു പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു പന്തിയുടെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓരോക്കെ മനസ്സിലാവല്ലോ, ഒരു ക്ഷീണിച്ച് തീരെ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അല്ല, മറ്റെന്തെങ്കിലും കാരണം ഇവരിങ്ങനെ മാറി നിൽക്കാൻ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മറ്റെന്ത് കാരണം ഒരു ഹറാസ്മെന്റ് മാത്രമാണ് ഇതിൽ ഞങ്ങൾ അറിയുന്നിടത്തോളം ഉള്ളത്. ക്രൈംബ്രാഞ്ച് സംഘത്തിന്, ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാത്രമല്ല പോലീസും. ഇതിപ്പോൾ ഒരു 1-2 ദിവസം, 1 മാസം 2 മാസം കൊണ്ടല്ലോ അന്വേഷണം വിളിപ്പിക്കുന്നതും ചോദ്യം ചെയ്യുന്നത് ഹരാസ്മെന്റ് എന്നുള്ളത്. ഇതിപ്പോൾ 1.5 കൊല്ലമായിട്ട് അയാളെ കാണാതെ തൊട്ട് ഇതിൽ ഇതുവരെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണത്. അതിനോളം മക്കളെ ചോദ്യം ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ വരുന്ന കേസുണ്ട്. മക്കളെ അങ്ങനെ സമയത്ത് ഇരുന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള കേസും ഉണ്ട്.
ഈ മക്കളെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു? അത് വെച്ചാൽ മൂത്തോൻ വിനപ്പുരം ഒരു സ്ഥലത്ത് പോകുന്നതാണ്, അതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തതാണത്. അത് അങ്ങനെ ആൾക്കറിയോ അങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചാന്നാണ് പറഞ്ഞത്. നമുക്ക് അതിന് കാര്യമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഈ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മളെ വക്കീലാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ചോദിച്ചാൽ ഫുള്ള് കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു തരുന്നു. ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അല്ലേ? പരാതി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഹരാസ്മെന്റ് പല സമയങ്ങളിലായിട്ട് രജിത് കുമാറിനും കുടുംബത്തിനും നേരെ ഉണ്ടായതായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹരാസ്മെന്റ് കുട്ടികൾക്ക് നേരെയും ഉണ്ടായിരുന്നു. അതിൽ മാനസിക വിഷമത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അളിയനായിട്ടുള്ള വ്യക്തി നമ്മളോട് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്.